നമസ്കാരം, ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാന ഭാഗത്തായിട്ട് വാസ്തു വിധി പ്രകാരം നമ്മൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അഷ്ടലക്ഷ്മി ഭാഗ്യം ഉണ്ടാകും അല്ലെങ്കിൽ യോഗം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. ഈ എന്താണ് അഷ്ടലക്ഷ്മി യോഗം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മഹാലക്ഷ്മിയുടെ വിവിധ ഭാവങ്ങളാണ് അഥവാ 8 ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മി യോഗം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത സംശയം വന്നു, ഒരു ദേവതയ്ക്ക് ഇങ്ങനെ 8 ഭാവങ്ങളുണ്ടോ എന്ന്. അതിന് വളരെ ലളിതമായൊരു ഉത്തരമാണ്. നമ്മുടെ ഗുരുവായൂരപ്പൻ, നമ്മുടെ ശ്രീകൃഷ്ണനാണ്. അദ്ദേഹത്തിന് ആന വളരെ പ്രിയപ്പെട്ടതാണ്. അവിടെ ആനത്താവളമുണ്ട്. അതേ അവതാര പുരുഷൻ തന്നെ തൃച്ചംബരം, കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്തുള്ള തൃച്ചംബരത്ത് അതേ അവതാര പുരുഷനുണ്ട്. പക്ഷേ അവിടെ ആ പ്രദേശത്ത് പോലും ആന കയറാൻ പാടില്ല. അദ്ദേഹം വളരെ രൂക്ഷ ദേഷ്യത്തിലിരിക്കുന്ന ഒരു സംഭവമാണ് അവിടെ. അപ്പോൾ ഒരു കക്ഷിക്ക് വ്യത്യസ്തമായ ഭാവങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ വാസ്തുവിധി പ്രകാരം ശരിയായ സ്ഥലത്ത് ശരിയായ രീതിയിൽ അതിൻ്റെ നിയമങ്ങൾക്ക് പാലിച്ച് വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീട് സൃഷ്ടിക്കുന്ന വൈബ്രേഷൻ നമ്മളുടെ ആത്മീയ പുരോഗതിക്ക് ഗുണം ചെയ്യും. നമ്മുടെ വൈബ്രേഷൻ ലെവല് വളരെ താഴെ നിന്നും തമോ ഗുണത്തിൻ്റെ അഗാധ തലത്തിൽ നിന്നും മേലോട്ട് ഉയർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരും. നമ്മുടെ വൈബ്രേഷൻ ലെവൽ കയറി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. അപ്പോൾ നമുക്ക് ഈ മഹാലക്ഷ്മിയുടെ 8 ഭാവമായ അഷ്ടലക്ഷ്മി യോഗം എന്താണെന്ന് പരിശോധിക്കാം. അതിൽ ആദിലക്ഷ്മിയാണ് വളരെ പ്രധാനപ്പെട്ടത്. ആദിലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള നമുക്കൊരു ആഗ്രഹം, ഒരു കാര്യം തുടങ്ങാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയം പഠിക്കാനുള്ള ആഗ്രഹം, ഇത്തരം കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് പവർ ഉണ്ടാക്കുന്ന ഒരു ചൈതന്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആദിലക്ഷ്മി എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്ക് അത്യാവശ്യമുള്ളൊരു വസ്തുവാണ് ധനലക്ഷ്മി എന്നുള്ളത്. ധനലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഒരു വീട്, ഒരു കുടുംബം, ഓരോ വ്യക്തി ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം ധനം തന്നെയാണ്. ഇപ്പോൾ ഒരു അത്യാവശ്യം നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ പണമില്ലാത്ത അവസ്ഥ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ധാരാളം പണം ഉണ്ടാവണം, സമ്പത്ത് വ്യത്യസ്ത മേഖലയിൽ നിന്ന് അങ്ങോട്ട് വന്ന് കുമിഞ്ഞുകൂടണം. അപ്പോൾ ധനലക്ഷ്മി യോഗം നമ്മുടെ വീട്ടിലുണ്ടാകാൻ വാസ്തുവിധി പ്രകാരമുള്ള വീട് നമ്മളെ സഹായിക്കും. ധനലക്ഷ്മിക്ക് സത്യം പറഞ്ഞാൽ ഭാരതത്തിൽ 2 ദേവതകളുണ്ട്. ഒന്ന് മഹാലക്ഷ്മിയുണ്ട്, അതേപോലെ കുബേരനുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ സാമ്പത്തിക ശേഷി പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് യഥാവിധി അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെയാണ് ധാന്യലക്ഷ്മി. നമുക്ക് സംരംഭം തുടങ്ങാനുള്ള ചിന്തകളുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. ഇതിനു പുറമെ നമ്മുടെ പത്താഴം എപ്പോഴും നിറഞ്ഞിരിക്കണം. അതായത് ഭക്ഷണത്തിനുള്ള വസ്തുക്കൾ എല്ലാ സമയത്തും വീട്ടിൽ നിറയെ ഉണ്ടാവണം. അത് നമ്മുടെ ഒരു വളരെ പോസിറ്റീവായ ഒരു ചിന്ത നമ്മുടെ തലയിൽ നമുക്ക് ഉണ്ടാക്കാൻ സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥ. ഏതൊക്കെ മേഖലയിൽ ആണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും നമുക്ക് ഭക്ഷണം അനിവാര്യമാണ്. അതെപ്പോഴും നമ്മുടെ സ്റ്റോർ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യെത്തും ദൂരത്ത് ധാരാളമായിട്ട് ഉണ്ടായേ പറ്റൂ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള ഒരു ചൈതന്യമാണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയുടെ ഒരു ഭാവമാണ് ധാന്യലക്ഷ്മി എന്നുള്ളത്. തൊട്ടടുത്തുള്ളതാണ് ഗജലക്ഷ്മി. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവാറുണ്ട്. പൊതുവെ പല പ്രശ്നങ്ങളും വന്ന് നമ്മുടെ പല പരിപാടികളും ബ്ലോക്ക് ചെയ്യാറുണ്ട്, അല്ലേ? ഒരു കാര്യം നടപ്പാക്കാൻ വിചാരിക്കുമ്പോൾ നടപ്പാക്കാൻ പറ്റാത്ത അവസരങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ. ഇതിനെയൊക്കെ തച്ചുടച്ച് മുമ്പോട്ട് പോകാനുള്ള, ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാനുള്ള അതിശക്തമായൊരു മാനസികാവസ്ഥ സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പം അതിനുള്ള ഒരു ചൈതന്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗജലക്ഷ്മി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. നല്ല മക്കളില്ലെങ്കിലോ, പൊതുസമൂഹത്തിൽ നമുക്കും ബുദ്ധിമുട്ടായ മക്കളാണെങ്കിലോ, അപ്പം നല്ല കുട്ടികൾ നമ്മുടെ കുടുംബത്തിൽ ജനിക്കുന്നതിന് സന്താനലക്ഷ്മിയുടെ അനുഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മുടെ തലമുറ ഏറ്റവും ശ്രേഷ്ഠമായ തലമുറയായി മാറാൻ, ഭാവി ഭാരതത്തിന് ഉത്തമ പൗരന്മാരായി തീരാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ പേരും പ്രശസ്തിയും ശ്രേയസ്സും ഒക്കെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സന്തതി പരമ്പരകൾ ഉണ്ടാകാൻ വേണ്ടിയും ആണ് നമുക്ക് ഈ സന്താനലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇനിയാണ് വീര്യലക്ഷ്മി. വീര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ധൈര്യമാണ്. നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന രീതിയിൽ നല്ല ധൈര്യം വേണം. അതായത് ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ, ഒരു കാര്യം തുടങ്ങാനൊക്കെയുള്ള ധൈര്യം വേണം. ആ വികാരവും
അതിനുള്ള അനുഗ്രഹം തരുന്നതാണ് വീരലക്ഷ്മി എന്നുള്ളത്. പിന്നീട് നമ്മൾ ആലോചിക്കേണ്ട 7ാമത്തെ ഘടകമാണ് വിജയലക്ഷ്മി എന്ന് പറയുന്നത്. നമ്മൾ സംരംഭം തുടങ്ങി വിജയിക്കണ്ടേ, വഴിക്കിട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പം ആ ഒരു വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള ആ ഒരു ചൈതന്യത്തെയാണ് വിജയലക്ഷ്മി എന്ന് പറയുന്നത്. ഇനി അവസാനത്താണ് വിദ്യാലക്ഷ്മി എന്നുള്ളത്. എന്തെല്ലാം ഉണ്ടായാലും വിദ്യയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മേഖലയിൽ, എൻ്റെ വ്യക്തിയുടെ അഭിപ്രായത്തിൽ നമ്മുടെ മേഖലയിൽ നമ്മൾ എപ്പോഴും നമ്പർ 1 ആകാൻ ശ്രമിച്ചേ പറ്റൂ. അതിനുള്ള പഠനങ്ങൾ, ശ്രമങ്ങളൊക്കെ നടത്തി ഓരോരുത്തരും അവരുടെ മേഖലയിൽ നമ്പർ 1 ആകാൻ ശ്രമിക്കണം. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ശരിയായ ശ്രേയസ് അതുണ്ടാകാൻ വേണ്ടി നമ്മുടെ വാസ്തുവിധി പ്രകാരം യഥാസ്ഥാനത്ത്, നല്ല സ്ഥലത്ത്, നല്ല രീതിയിൽ വീട് വെച്ച് താമസിച്ചാൽ നമ്മുടെ ആത്മീയ പുരോഗതി ഉണ്ടാവുകയും അതുവഴി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയും ചെയ്യും. ഇനി നമുക്ക് ദേവതാ സങ്കല്പത്തെക്കുറിച്ചാണ്, ലക്ഷ്മി ഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ദേവതയെക്കുറിച്ച് വരുന്ന വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.